അമ്മ എനിക്ക് ബിരിയാണി ഉണ്ടാക്കി തരോ? ആ ബിരിയാണി ഉണ്ടാക്കി തരാം. പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കി തരാം കേട്ടാ. മഞ്ഞൾപ്പൊടി ഇട്ടു, കാശ്മീരി ചില്ലി ഇട്ടു, കുരുമുളക്, മല്ലി, ഉപ്പ്, ചിക്കൻ എല്ലാം മിക്സ് ചെയ്തു. അടച്ചു വെച്ച് ഒരു പാത്രത്തിൽ കുക്കറിൽ നെയ്യ് ഒഴിച്ച്, എണ്ണ ഒഴിച്ചു, ഓയിൽ, കറാമ്പ്, പട്ട, ഏലക്ക, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എടുത്ത് വെള്ളം തിളച്ചതിന് ശേഷം ചെറുനാരങ്ങ ഇട്ട് അരിയിടുക. മറ്റേ ഭാഗത്ത് ചിക്കൻ വെക്കുക. ചിക്കൻ പൊരിക്കണ്ടേ നമുക്ക്? ചിക്കൻ പൊരിക്കാൻ വെക്കുക. ഒരു വെളിച്ചെണ്ണ ചിക്കൻ പൊരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ബിരിയാണി റെഡിയായല്ലോ. അതിൽ മല്ലിച്ചപ്പും ക്യാരറ്റെല്ലാം ഇട്ടു. കുറച്ച് നെയ്യും തൂക്കി. ചിക്കൻ പൊരിഞ്ഞ് വന്നു. നമുക്ക് ചിക്കൻ മാറ്റി വെക്കാം. കുറച്ചും കൂടെ ചിക്കൻ ഇനിയുണ്ട്, അതും കൂടെ പൊരിക്കാം നമുക്ക്. എല്ലാം കൂടെ പൊരിച്ച് കഴിഞ്ഞു. എന്നിട്ടോ കുറച്ച് ഓയിലെടുത്ത് ഒഴിച്ച് അതിൽ എന്താ ഇടുന്നത്? വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, മല്ലിച്ചപ്പ് ഇതെല്ലാം ചതച്ചതാണ് കേട്ടോ. അതിലിട്ട് ഉള്ളി ഇടുക. എന്നിട്ട് മിക്സ് ആക്കുക. കുറച്ച് ഉപ്പിടാം. കുറച്ച് നേരം അടച്ചു വെക്കുക. അടച്ചു വെച്ചതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും, കുരുമുളക്, മഞ്ഞൾ, ബിരിയാണി മസാല എല്ലാം കൂടി മിക്സ് ചെയ്ത് തക്കാളി ഇടുക. എന്നിട്ടോ പൊരിച്ച ചിക്കൻ അതിലേക്ക് ഇടുക. കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് അത് തുറന്ന് നോക്കുക. അടിപൊളിയായി. അപ്പോൾ നമ്മുടെ റൈസ് റെഡി നോക്കാം. ഇതെടുത്ത് കോരി വെച്ച് നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അമ്മ ഇങ്ങനല്ലാത്ത അമ്മ ഇങ്ങനെ സൂപ്പർ ആക്കുന്നു. കുറച്ച് റൈസ് എടുത്ത് മസാലപാത്രത്തിലിട്ട് എന്നിട്ടോ ചിക്കൻ ഇടും. നമ്മുടെ ചോറ് റെഡിയായി. ചിക്കൻ ഇട്ടു. ഇതിൻ്റെ മേലെ ആദ്യം റൈസ് ഇടുക. എന്നിട്ടോ കുറച്ച് നേരം അടച്ചു വെക്കുക. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ എന്താ മണം. ഒരു പാത്രത്തിൽ വെച്ച്